ലൈവിൽ ജിൻഡോ അർജുനെതിരെ ഒരു പരാതിയുമായി വന്നിരിക്കുകയാണ്. കുറച്ചു മുമ്പ് നടന്ന അതിഥി ടാസ്കിൽ അർജുൻ ജിൻഡോയുടെ കഴുത്തിന് പിടിച്ച് തള്ളിയെന്നാണ് ജിൻഡോ പറയുന്നത്. നിലവിലുള്ള പവർ ടീം അർജുനോട് ചോദിക്കുന്നു. അർജുൻ പറയുന്നു, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഡിഫൻസിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നു. ഗബ്രി എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഗബ്രിയും അർജുനും ഒരു ടീമാണ്, ഞങ്ങളുടെ ടീം ഈ ഗെയിമിൽ ഡിഫൻസ് ആണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് തന്നെ അർജുൻ ഡിഫൻസ് ചെയ്തതാണ്. ക്യാപ്റ്റനായ റസ്മിൻ പറയുന്നുണ്ട്, ഒരാള് മനഃപൂർവ്വം ഉപദ്രവിക്കോ, ആ ഗെയിമില് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തതെന്ന് റസ്മിൻ പറയുന്നു. ഡിഫൻസിന് വേണ്ടി അങ്ങനെ ചെയ്യാതെ പിന്നെ എങ്ങനെ ഗെയിം കളിക്കുന്നതെന്ന് റസ്മിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ റസ്മിന് തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട് ജിൻഡോ. അപ്പൊ ഡിഫൻസിന് വേണ്ടി തള്ളാലോ എന്ന് റസ്മിനോട് ചോദിക്കുന്നു. റസ്മിൻ അവിടെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ഡിഫൻസിന് വേണ്ടി തള്ളാം എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും ഗെയിം വരും, ആ ഗെയിമിൽ ഡിഫൻസിന് വേണ്ടി ഞാനും അങ്ങനെ ചെയ്യുമെന്ന് ജിൻഡോ പറയുന്നു. ആ സ്പോട്ടിൽ തന്നെ റസ്മിൻ പോയി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം ചെയ്യുന്നതും ഗെയിമിന് വേണ്ടി ചെയ്യുന്നതും രണ്ടും രണ്ടാണ് എന്ന് റസ്മിൻ പറയുന്നു. ജിൻഡോ ചെയ്യുമ്പോൾ മനഃപൂർവ്വവും അർജുൻ ചെയ്യുമ്പോൾ ഗെയിമിന് വേണ്ടിയും പറയുന്നത്. എന്നാൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് പറയാൻ ആരുമില്ല, എല്ലാവരും അർജുനെയാണ് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. ഇതേ ജിൻഡോ കഴിഞ്ഞ ഗെയിമിൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത വ്യക്തിയാണ് ശരണ്യയും ഗബ്രിയും. ഈ വീക്ക് ലാലേട്ടം വരുമ്പോ അർജുൻ പിടിച്ച് തള്ളിയത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് വിഷ്വൽ പ്ലേ ചെയ്ത് കാണിച്ചു തന്നെ അത് തെളിയിക്കണമെന്ന് പറയുന്നു. ജിൻഡോ ചെയ്തപ്പോ തെറ്റും അർജുൻ ചെയ്തപ്പം ശരിയും എന്ന രീതിയിലാണ് മത്സരാർത്ഥികൾ ഭൂരിഭാഗം പേരും പറയുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.